ഹലോ, ഞാൻ സുജിത്. വെൽക്കം ടു എസ് ജേണി. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ വരിക്കാശ്ശേരി മനയിലോട്ട് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 ഇറങ്ങി, ഇപ്പം പത്തനാപുരം എത്താറായി. ഹായ് ഗായ്സ്, ഒന്നുമില്ലേ? ഇനി ഒരു 6-6.5 മണിക്കൂറോളം ഉണ്ട്. രണ്ട് സൈഡിലും മരങ്ങൾ, നടുക്ക് റോഡ്, നല്ല അടിപൊളി. രണ്ട് സൈഡിലും നല്ല പച്ചപ്പ്. നമ്മളിപ്പോൾ കോട്ടയം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാമപുരം. രാമപുരത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും താമസമുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ഇടുക. തൃശ്ശൂർ പാടത്തിൻ്റെ നടുക്കുള്ള റോഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വരിക്കാശ്ശേരി മന ഇനി 21 കിലോമീറ്ററാണ് ബാക്കിയുള്ളത്. വരിക്കാശ്ശേരി മനയിലോട്ട് പോകുന്ന ആ ഒരു റോഡാണ് ഇത്. മനശ്ശേരിയാണ്. മനശ്ശേരിയിൽ നിന്ന് വരിക്കാശ്ശേരി മനയിലോട്ട് പോകുന്ന റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നൊരു 2 മിനിറ്റേ ഉള്ളൂ വരിക്കാശ്ശേരി മന. പിന്നെ അവര് പിന്നെ ഫ്രീ ആയിട്ട് ആൾക്കാരെ കിട്ടും. ഈ മനശ്ശേരി ഹരി എന്ന് പറഞ്ഞ ആളിൽ ഒരുപാട് ആനയൊക്കെ ഉണ്ട്. അന്വേഷിച്ചു നോക്കാം. വരിക്കാശ്ശേരി പിന്നെ അടുത്തൊരു അമ്പലമുണ്ട്. കൊറിയറിലൊക്കെ പെൺപിള്ളേർ. നമ്മൾ വരിക്കാശ്ശേരി മന എത്തി. ഇതാണ് വരിക്കാശ്ശേരി മന.
ഇവിടെ നിന്ന് എൻട്രി പാസ് എടുത്ത് വേണം അകത്തോട്ട് കയറാനായിട്ട്. ഇത് ഓർമ്മയുണ്ടോ? ഇതാണ് മറ്റേ മഞ്ജു, മറ്റേ 6-ാം തമ്പുരാനിൽ മഞ്ജു വാര്യരിയിരിക്കണ ഷൂട്ടിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ സ്ഥലമുണ്ടല്ലേ. ഇതാണ് മോഹൻലാലൊക്കെ ഇരുന്ന് അഭിനയിക്കുന്ന സ്ഥലം, ദേവാസുരം. ഇവിടെ ഇതിന്റെ പൂമുഖത്തിലുള്ള നേരിട്ടാ അതെയാ? ആ ഓ ദേവാസുരം, രാവണപ്രഭു, അങ്ങനെ ഒരുപാട് സിനിമകൾ ഈ മനയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സിനിമകളൊക്കെ കണ്ടപ്പോഴേ ഉള്ള ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ഒരിക്കൽ വരിക്കാശ്ശേരി മന നേരിട്ട് കാണണമെന്നുള്ളത്. ഈ ട്രാവലർ ഇങ്ങനെ കയറി വന്ന് കണ്ടപ്പോൾ ഇതേ വഴിയിലൂടെ ഉസ്താദ് സിനിമയിൽ ലാലേട്ടൻ്റെ ക്യാരവൻ കയറി വരുന്ന ഒരു സീനുണ്ട്. എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ലാലേട്ടൻ്റെ സിനിമകളിലൂടെയാണ് ഈ മന ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ മനയുടെ പല ഭാഗത്തും ലാലേട്ടൻ ഇരിക്കുന്നതും നിൽക്കുന്നതുമായിട്ടുള്ള പല രംഗങ്ങളും നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ദേവാസുരത്തിലൊക്കെ ലാലേട്ടൻ ഇരിക്കുന്ന ആ ഒരു പൂമുഖമൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഫീൽ തന്നെയാണ്. ദേവാസുരത്തിൽ രേവതി നൃത്തം കളിപ്പിച്ച് അവസാനം രേവതി ചെലങ്ക ഊരി എറിയുന്നതും അതൊക്കെ നമുക്ക് ഈ മനയിലെ ഓരോ ഭാഗത്തും നമുക്ക് ലാലേട്ടൻ്റെ ഓർമ്മകളാണ്. വരിക്കാശ്ശേരി മനയുടെ നടുമുറ്റമാണിത്. 6-ാം തമ്പുരാൻ സിനിമയിൽ ഈ തുളസിത്തറയിൽ ഇരുന്നുകൊണ്ടുള്ള ഒരു സീനുണ്ട്. ലാലേട്ടനും കൊച്ചിൻ കരീഫയും ഇന്നസെൻറ്റും ഒക്കെ ആയിട്ട് തകർത്ത് അഭിനയിച്ചൊരു സീനാണത്. വരിക്കാശ്ശേരി മനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് സിനിമാക്കാർ വരിക്കാശ്ശേരി മനയുടെ ഡേറ്റിന് വേണ്ടി കാത്തു നിന്നൊരു ചരിത്രം വരെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. 150 വർഷത്തിലേറെ പഴക്കമുണ്ട് വരിക്കാശ്ശേരി മനയ്ക്ക്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പാരമ്പര്യമുള്ള നമ്പൂതിരി തറവാടുകളിൽ ഒന്നാണ് വരിക്കാശ്ശേരി മന. ലൊക്കേഷൻ പറയുവാണെങ്കിൽ പാലക്കാട് കുളപ്പള്ളി റോഡിൽ ഒറ്റപ്പാലം മലശ്ശേരിയിലാണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളിലായി 74 റൂംസാണ് ഉള്ളത്. വിശാലമായ പൂമുഖം, പത്തായപ്പുര, കളപ്പുര, അകത്തളം, വരാന്ത, അടുക്കളയിൽ ചേർന്നുള്ള കിണർ, പിന്നെ നല്ല ഗംഭീര ചുമർ ചിത്രങ്ങൾ, വാസ്തുശൈലിയിൽ തീർത്ത കൊത്തുപണികൾ, മരത്തടിയിൽ തീർത്ത തൂണുകൾ, ഒരുപാട് മരങ്ങൾ ഉപയോഗിച്ച് പണിത ഒരു മനയാണ് വരിക്കാശ്ശേരി മന. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് പണികൾ പൂർത്തിയായതെന്നാണ് പറയുന്നത്. ഒരുപാട് സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ച മനയാണ് വരിക്കാശ്ശേരി മന. മോഹൻലാലിന് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് വരിക്കാശ്ശേരി മന. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചിത്രീകരിച്ച ആദ്യത്തെ സിനിമ തീർത്ഥമാണ്. അതുകൂടാതെ ദേവാസുരം, രാപ്പകൽ, തൂവൽ കൊട്ടാരം, വല്യേട്ടൻ, രാവണപ്രഭു, സൂഫി പറഞ്ഞ കഥകൾ, സിംഹാസനം, മാന്ത്രികൻ, മാടമ്പി, ദ്രോണ, കൂടാതെ കാവലൻ തുടങ്ങിയ അന്യഭാഷ ചിത്രങ്ങളും ഒരുപാട് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. മലയാള സിനിമയുടെ തറവാട് എന്നൊരു പേരും കൂടിയുണ്ട് വരിക്കാശ്ശേരി മനയ്ക്ക്. പറഞ്ഞു തരാനൊന്നും ഇവിടെ ആരുമില്ല. ഇത് തൊണ്ടൊക്കെ ഉണങ്ങാനായിട്ടൊക്കെയാണ്, തൊണ്ടും വിറകും എല്ലാം കുറേ കാലം കൊണ്ട് ഉണങ്ങാനായിട്ടൊക്കെയാണ് തോന്നുന്നു. ഉണ്ണി വല്ല സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയൊക്കെ വെച്ചായിരിക്കും ഇവിടെ. എന്തായാലും ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉള്ള ലക്ഷണമൊന്നുമില്ല. അപ്പോൾ സിനിമ ഷൂട്ടിംഗ് ആയിരിക്കും. ട്രഡീഷണൽ ആയിട്ടുള്ള കിച്ചൺ, വല്യേട്ടൻ സിനിമയിൽ കിച്ചണിൽ കുക്ക് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരാൻ പറ്റുന്ന രീതിയിലുള്ള കിണറാണ് ഇവിടെ ഉള്ളത്. വല്യേട്ടൻ സിനിമയിൽ മമ്മൂക്കയുടെ അനിയന്മാരായിട്ട് വരുന്നവർ ഈ കിണറിന് കുറുകെ ഒരു പലക ഇട്ടിട്ട് ക്രോസ് ചെയ്ത് പോകുന്നതായിട്ടൊരു സീനുണ്ട്. ഇവിടുന്ന് വെളിയിറങ്ങുന്നത് ഇങ്ങനെയുള്ള സ്ഥലത്തോട്ടാണ്. ആനയില്ല, അതിനെ ഉത്സവത്തിനുണ്ടായിരുന്നു.
ഇത് മനയുടെ അടുക്കള വശമാണ്. വരിക്കാശ്ശേരി മനയിലെ പത്തായപ്പുരയാണിത്. 3 നിലയുള്ളൊരു ബിൽഡിംഗ് ആണ്. ഈ ഒരു ബിൽഡിംഗ് ഇപ്പോൾ അവർ കോഫി ഷോപ്പായിട്ടാണ് ഉപയോഗിക്കുന്നത്. പത്തായപ്പുരയുടെ അകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വരിക്കാശ്ശേരി മന പോലെ തന്നെ 3 നിലയുണ്ട് ഈ പത്തായപ്പുരയ്ക്കും. നമുക്കിതിനകത്ത് കയറി വെക്കാം. വരിക്കാശ്ശേരി മനയുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് മാത്രമേ ഇപ്പോൾ ആളിനെ കയറ്റണുള്ളൂ. സെക്കൻഡ് ഫ്ലോറോ തേർഡ് ഫ്ലോറോ ആരും കയറ്റില്ല ഇപ്പോൾ. വെറുതെ ഇട്ടുകയാണ് റൂമൊക്കെ. ഈ ഒരു ബിൽഡിങ്ങിൽ ഒന്നുമില്ല. ഈ ഒരു ഇത്രയും റൂം ഫുൾ, ആ റൂം തൊട്ട് ഈ റൂം വരെ അകത്തുനിന്ന് ഓപ്പണാണ്. ഡോറുണ്ട്. കണ്ടവരിതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരിക്കും. ഏതൊക്കെ വൃത്തികെട്ടവന്മാരൊന്ന് ചവിട്ടി അഴുക്കാക്കി വെച്ചിട്ടുണ്ട് മൊത്തം. എവിടെയും കാണും ഇതുപോലത്തെ ഓരോ ഭൂമിക്ക് പാഴുകൾ. മനയുടെ ഒരു സൈഡാണിത്. വാട്ടർ ടാങ്കൊക്കെ വനത്തിനകത്താണ്. ദേവാസുരത്തിലെ ഔട്ട് ഹൗസായിട്ടൊക്കെ കാണിക്കുന്ന ഈ വീടാണ്. ഇവിടുത്തെ ഒരു സ്റ്റെപ്പാണിത്. ജയറാമിൻ്റെ ഒരു സിനിമയിലും ഈ സ്റ്റെപ്പ് കാണിക്കുന്നുണ്ട്. KPSCയിലെടുത്ത ഈ സ്റ്റെപ്പിന് താഴെ വീണതായിട്ട്. നേരിട്ട് കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് വരിക്കാശ്ശേരി മന. അതുപോലെ തന്നെ ട്രാവലറിലും ബസ്സിലും കാറുകളിലുമായിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ. വരിക്കാശ്ശേരി മനയിലെ അമ്പലം. മനയുടെ അമ്പലവും അമ്പലത്തിന് ചേർന്ന് കുളവുമുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നവരത്തേക്കും ബൈ.